എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? ഇതെല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഇതൊക്കെ സ്കൂളിൽ കാണാതെ പഠിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിനു മുമ്പ് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അതിനെ എന്തിനാണ് സ്ക്വയർ എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? എ പ്ലസ് ബി വശങ്ങളുള്ള ഒരു സ്ക്വയർ എടുത്താൽ അതിന്റെ ഏരിയ എത്രയാണ്? യെസ്, എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. നമ്മൾ എടുത്ത സ്ക്വയറിന്റെ വശത്തിന്റെ നീളം എ പ്ലസ് ബി ആണ്. അതായത് അതിനെ എയും ബിയും നീളങ്ങളായി പിരിക്കാം. ഇനി നമുക്ക് ഈ സ്ക്വയറിനെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താലോ? ഇപ്പോൾ നമ്മുടെ കയ്യിൽ 4 ചതുരങ്ങൾ കിട്ടി. ഇവിടെ ഏരിയകൾ മൊത്തം കൂട്ടിയാൽ എ പ്ലസ് ബി വശങ്ങളുള്ള സ്ക്വയറിന്റെ ഏരിയ ആയില്ലേ? ആദ്യം ഈ ചുവന്ന സ്ക്വയറിന്റെ ഏരിയ, അതിന്റെ വശങ്ങൾ എ ആണ്. സോ ഏരിയ എ സ്ക്വയർ. മഞ്ഞ സ്ക്വയറിന്റെയോ വശങ്ങൾ ബി ആണ്. അപ്പോൾ ഏരിയ ബി സ്ക്വയർ. ഈ വയലറ്റ് ചതുരങ്ങളുടെയോ അവയുടെ വശങ്ങൾ നോക്കിക്കേ, എയും ബിയും അല്ലേ? അപ്പോൾ ഏരിയ എ ഇൻറ്റു ബി, എ ബി. ഇനി നമുക്ക് എ പ്ലസ് ബി എന്ന വലിയ സ്ക്വയറിന്റെ ഏരിയ കിട്ടാൻ ഇതൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ ബി, പിന്നെ ഒരു എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലേ? എ ബി പ്ലസ് എ ബി 2ab. നമ്മൾക്ക് കിട്ടിയ ഇക്വേഷൻ നോക്കിക്കേ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? എ പ്ലസ് ബി നീളമുള്ള ഒരു സ്ക്വയറിന്റെ ഏരിയ എ വശമുള്ള ഒരു സ്ക്വയറിന്റെയും ബി വശമുള്ള മറ്റൊരു സ്ക്വയറിന്റെയും എ, ബി എന്നീ വശങ്ങളുള്ള 2 ചതുരങ്ങളുടെയും ഏരിയയ്ക്ക് തുല്യമാണ്.